ഹലോ മാഡം, എന്താണ് പരിപാടി? ഞാനേ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണേ. ഓ, ഇന്നെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചല്ലോ. അയ്യോ, ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കി തരാറേ ഇല്ലല്ലോ. അതുകൊണ്ടല്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ റിമോട്ട് വർക്കിംഗ് ആയിട്ട് വെറുതെ ഫ്രീ ആയിട്ടിരുന്ന ഞാൻ ഒരു സാധനം ഉണ്ടാക്കി തന്നില്ല. ഇവിടെ പിന്നെ പേടിച്ചിരിക്കാൻ നേരത്ത് സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആർക്കെങ്കിലും തോന്നണ്ടേ? ഇവിടെ എല്ലാവരും പേടിച്ചിരിക്കുക. ആ സമയത്ത് എങ്ങനെയാണ് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ നിൽക്കുക? ഇവിടെ നിൽക്കുമ്പോ നമുക്ക് സമാധാനമില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ പോയി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ സമാധാനം കിട്ടി. ഇപ്പം അങ്ങോട്ട് സമാധാനം വന്നു. ഇപ്പൊ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതുകൊണ്ട് സമാധാനമായിരുന്നു. നമ്മുടെ ഖത്തർ നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മളിപ്പം ഓക്കെ. ഇപ്പൊ ഇടയ്ക്ക് 2 പൊട്ടലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാവരും സേഫ് ആയിട്ട് വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നു, അല്ലെ? ആരും പുറത്തേക്കൊന്നും ഇറങ്ങാതിരിക്കുക. പുറത്ത് നിന്നാൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. പുറത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിസൈൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചിടുമ്പോ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ, ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കൊടുക്കൂ. ഇല്ല, പുറത്തേക്കുന്ന സമയത്ത് മിസൈൽ ഇന്റർസെപ്റ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഡെബ്രിസ് എന്ന് പറയും, അതിന്റെ പാർട്സ് ബോഡിയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ഉണ്ടാവും, ഡെത്ത് തന്നെ ഉണ്ടാവും. എന്താ വെച്ചാൽ അത്ര ഹൈറ്റിൽ നിന്നാണ് വീഴുന്നത്. അപ്പൊ ഒരു ബുള്ളറ്റിനേക്കാളും സ്പീഡിലാണ് ഈ സാധനം വരുന്നത്. അപ്പൊ തലയിൽ വീണ് കഴിഞ്ഞാൽ സ്പോട്ടിൽ ആള് തീർന്നു. മേല് വീണ് കഴിഞ്ഞാൽ അതായത് ശരീരഭാഗങ്ങളിൽ വീണ് കഴിഞ്ഞാൽ മേജർ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. തലയിൽ വീണ് കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ എല്ലാവരും വീടിന്റെ ഉള്ളില് അല്ലെങ്കിൽ എവിടെയാണോ ഉള്ളത് സേഫ് ആയിട്ടുള്ള ഇടങ്ങളിൽ അലേർട്ട് വരുമ്പോ നിൽക്കുക. അതെ, പ്രത്യേകിച്ച് അലേർട്ട് വന്നാൽ ഉടനെ ഇമ്മീഡിയറ്റ്ലി എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു ഷെൽട്ടറിന്റെ ഒരു ഏരിയയിലേക്ക് മാറുക. ഓപ്പൺ സ്പേസിൽ നിൽക്കാതിരിക്കുക. അപ്പൊ നമ്മള് ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാ, നമ്മള് നമ്മള് നല്ല ഇരട്ടപ്പഴമൊക്കെ വെച്ചിട്ട് ഇന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പോവാണേ. നമ്മള് ഇവിടുന്ന് പല പ്രാവശ്യം പഴംപൊരി മേടിച്ചിട്ടുണ്ടെങ്കിലും നാട്ടിലത്തെ പോലെ ഒന്നും ഒരു ടേസ്റ്റ് ഒന്നും തോന്നാറില്ല. പിന്നെ പല ടൈപ്പ് കോട്ടിങ്ങാ വരാം. ചിലപ്പം എന്തോ കടലമാവ് വെച്ചിട്ടൊക്കെ എന്തോ ഒരു പ്രത്യേക രീതിയിലൊക്കെ വരാറുണ്ട്. അപ്പം നാട്ടിലത്തെ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന്. സത്യത്തിൽ എനിക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വലിയ ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. പഴംപൊരി ഉണ്ടാക്കിണ്ടല്ലോ നീ കുറെ നാള് മുമ്പ് നാട്ടിലുണ്ടാകുന്ന സമയത്ത്? അതൊരു 2-3-4 വർഷം മുന്നാന്ന് എനിക്ക് തോന്നണേ. എന്തായാലും നമുക്ക് പരീക്ഷിച്ചു നോക്കാം. നമ്മൾ തന്നെയല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പഴംപൊരി സെറ്റായിരിക്കും. നമുക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇന്ന അളവൊന്നുമില്ല കേട്ടോ. ഒരു 4 പഴമുണ്ട്, അപ്പം അതിന് വേണ്ടത്ര മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എന്തുവാ കുറച്ച് പഞ്ചസാരയും എന്നതായിരുന്നു ഏലക്കയും കൂടിയിട്ട് ഒരു 2-3 ഏലക്കയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടിച്ചു വെച്ചു. കടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അടിച്ചു വെച്ചാണേ. ഇവിടെ ഖത്തറിൽ ചെറിയ രീതിയിൽ മഴയൊക്കെ ചാറിയിട്ടോ. 2 ദിവസം ചെറുതായിട്ട് റോഡൊക്കെ നനഞ്ഞു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഓടി താഴെയൊക്കെ ചെന്നു. അപ്പൊ അവിടെ മഴയില്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കേറി പോന്നു. എന്തായാലും മഴ ചാറിയ സ്ഥിതിക്ക് ചായയും ഒരു പഴംപൊരി നൈസായിരിക്കൂലേ? 1 സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ടേ. ചുമ്മാ ക്രിസ്പാവാൻ അരിപ്പൊടി ഇടുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ക്രിസ്പാവും എന്താ പറയണേ കേട്ടെ? അതെന്താണ് അതിന്റെ ടെക്നോളജി? കുക്കിംഗ് ടെക്നോളജി ആണോ? അതൊന്നും എനിക്കറിയത്തില്ല. അരിപ്പൊടി ഇട്ടാ ക്രിസ്പാവും. എന്റെ പൊന്നു മനുഷ്യ, അപ്പം മറ്റേ ഒലക്ക പോലെ ഇരിക്കും. അങ്ങനെ ക്രിസ്പാവണം എന്തിനാ? പഴംപൊരി ഇങ്ങനെ അങ്ങനെ കിടക്കണ്ടേ? ഓക്കെ, അപ്പം അതൊക്കെ ഇട്ടില്ലേ? ഇപ്പം മഞ്ഞപ്പൊടി ഞാൻ ഇച്ചിരി ഇട്ടായിരുന്നു, അത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, എല്ലാവർക്കും അറിയുന്നതല്ലേ പഴംപൊരി. ഞാൻ ഒരു നുള്ള് ഉപ്പിട്ടിട്ടുണ്ട്. ഈ മഞ്ഞപ്പൊടിക്ക് വേറെ എന്തെങ്കിലും ബീട്രൂട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പഴംപൊരിയുടെ കളർ മാറില്ലേ? അങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാലോ? അടുത്ത പ്രാവശ്യം നമുക്ക് ബീട്രൂട്ട് പൗഡർ ഇട്ടിട്ട് റെഡ് കളറിലുള്ള പഴംപൊരി ഉണ്ടാക്കാവേ. മഞ്ഞ തന്നെ അവിടെ നിർബന്ധമൊന്നുമില്ല. ഒരു നിർബന്ധവും ഇല്ല, പഴംപൊരി ആയാ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ച് കെട്ടിയേക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണ കെട്ടിയേക്കണ്ട. ഇനി ഇതിൽ മിക്സ് ചെയ്യണ്ടേ? വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. ഒരു വെളിച്ചം
നല്ലൊന്നാന്തരം പഴം വെറുതെ പോയില്ലായിരിക്കും അല്ലേ? പോയി കഴിഞ്ഞാൽ എനിക്ക് കടയിൽ നിന്ന് വാങ്ങി തന്നാ അത്രേ ഉള്ളൂ. ഞാൻ മേടിച്ചരാലോ, അവന് എന്താ പ്രശ്നം? പേഴ്സ് എവിടെയായിരുന്നു ഇരിക്കുന്നത്? പേഴ്സ് നീ തന്നെ എടുത്ത് വെക്കണം. പൊക്കോടെ അവിടെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞോട്ടാ. ഇതെന്താ കളറില്ലാത്ത? ഇച്ചിരി കൂടി മഞ്ഞപ്പൊടി ഇടാട്ടാ, കളർ പോരാ. നല്ലപോലെ മിക്സ് ആവട്ടെ. ഈ സ്പൂണൊക്കെ ഇട്ട് മിക്സ് ചെയ്താണ്ടല്ലോ അതങ്ങോട്ട് സെറ്റ് ആവൂല. നമ്മൾ കൈ തന്നെ ഇട്ടത് മിക്സ് ചെയ്തെടുക്കണം. ഒറ്റ സെക്കൻഡേ, ഞാനൊന്ന് കൈ വാഷ് ചെയ്തിട്ട്. ഇത്ര നേരം കൈ വാഷ് കൈ വാഷ് ചെയ്തിരുന്നു, എന്നാലും നമ്മൾ ഇത്ര നേരം അതിലും ഇതിലൊക്കെ പിടിച്ചല്ലേ. മുളക് പൊടി വരി ഞാൻ കണ്ണിലോട്ട് എറിയുന്നു. നമ്മൾ കൊറേ നാളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല. എന്താ കാരണം? പറഞ്ഞു കൊടുക്ക് കിട്ടിയാനെ. ലോങ് വീഡിയോസ് കടിച്ചതല്ല, ഇവിടെ ഇപ്പൊ എടുക്കാനുള്ള ഇത് സമ്മതിക്കുന്നില്ല അവൻ. ഞാൻ ഫോൺ സ്റ്റാൻഡ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വെക്കും. അപ്പം ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് ഹലോ ഗേൾസ് എന്നൊക്കെ പറഞ്ഞ സംഭവം തുടങ്ങുമ്പോഴത്തേനും അവൻ സ്റ്റാൻഡോടെ എടുത്ത് പൊക്കിക്കൊണ്ട് പോകും. അതുകൊണ്ട് ഒറ്റയ്ക്ക് വീഡിയോസ് എടുക്കലൊന്നും തീരെ പറ്റാണ്ടായി. ഒരു വീട്ടിൽ ഒരു വ്ളോഗർ മതി. അതെ, അവനെടുത്തിട്ട് ഭയങ്കര സംസാരം. എന്നിട്ട് അവൻ അതിന്റെ ഫോട്ടോ എടുക്കല് ഇതിന്റെ ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് വീഡിയോസ് ഇടാൻ പറ്റാണ്ടായി. പിന്നെ പുറത്തു പോവല് കുറെ നാളായിട്ടില്ല. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് ഒട്ടുമില്ല. 2 ആഴ്ച ഓൾമോസ്റ്റ്. നമ്മള് കുറെ നാളായിട്ട് ഇപ്പൊ പുറത്തു പോക്ക് കുറവാ. കുറവെന്ന് പറഞ്ഞാൽ ഒന്ന് ഹസ്ബൻഡ് ആള് വരുന്നത് ഇത്തിരി ലേറ്റ് ആയിട്ടാ. പിന്നെ നമുക്ക് പോവാനുള്ള സമയം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പൊ റമദാനായിരുന്നു, ഈ സമയത്തൊക്കെ നമ്മൾ പുറത്ത് പോവാറുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ വെടിക്കെട്ടായതുകൊണ്ട് അതും പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് ഇതൊക്കെ മാറട്ടെ അല്ലേ. ഇപ്പൊ നാട്ടിലെ ന്യൂസുകള്, എന്റെ അമ്മേ, എന്താ ന്യൂസ് എന്നറിയോ? നാട്ടിലെന്ന് പറഞ്ഞാൽ അവർക്ക് ബിസിനസ് ആണ്. അവർക്ക് ഏത് ചാനലില് റാങ്കിങ്ങിൽ വരാൻ പറ്റും, അതിന് വേണ്ടിട്ട് അവര് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ളവരുടെ സിറ്റുവേഷൻസ് അവർ ചിന്തിക്കുന്നത്. നമ്മുടെ ഫാമിലീസ് ഒക്കെ അത് കണ്ടിട്ട് ഞെട്ടിധരിച്ചിട്ടാ വിളിക്കണത്. നമ്മളിവിടെ അറിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പത്തേനും അവിടെ ഭയങ്കര ന്യൂസ് ഒക്കെയാ. നമ്മുടെ നാടിന്റെ വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അങ്ങനെ പെരിപ്പിച്ച് ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി പറയുന്നു. നിർണായകമായ നിമിഷങ്ങൾ ഇവിടെ പഴംപൊരി നിന്നിരിക്കുക. നിർണായകമായ നിമിഷങ്ങൾ 2 മണിക്കൂർ മാത്രം. അതെ, 2 മണിക്കൂർ മാത്രം. 2 മണിക്കൂർ ഇതുവരെ വന്നിട്ടില്ല. 2 മണിക്കൂർ നാട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. അയ്യോ, ഞങ്ങള് മലയാളം ന്യൂസ് എടുത്ത് കണ്ടിട്ട് നമുക്ക് തന്നെ പേടിയായി. ശരിക്കും കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളം ന്യൂസ് മാത്രം ഇത്രയും ഇത് കിട്ടുവോ? ഇത് ഹാഫ് ആക്കണോ? അത് ഹാഫ് ആക്കി ചെറുതാക്കാല്ലേ. മലയാളം ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുന്ന അത്രയും മോശമായിട്ടുള്ള രീതിയിൽ വേറൊരു ചാനലും, മീൻസ് വേറൊരു ഇന്റർനാഷണൽ ചാനൽസ് ആയാലും ഖത്തറിലുള്ള ചാനലുകളായാലും വേറെ കൺട്രിയിലത്തെ ചാനലുകളാണെങ്കിലും അവർ പോലും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ. ഖത്തറിൽ ഇപ്പം എന്തോരം പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ആ കറക്റ്റ് കാര്യം അവര് അത് മാത്രമേ എടുത്തുള്ളൂ. അല്ലാണ്ട് ഒരാളെ പേടിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇവിടെയുള്ള ആൾക്കാര് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പിടിച്ചോണ്ട് കൂടി അറസ്റ്റ് ചെയ്തോണ്ടു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവിടെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തോണ്ടു. ഇന്ന് തന്നെ 313 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് വേണ്ടത്. അങ്ങനെ വേണം, എന്നാലേ ആൾക്കാർക്കൊരു വില അല്ല ഇത് മനസ്സിലാക്കുള്ളൂ. ഇമ്പോർട്ടൻസ്. ചുമ്മാ കളിതാമാശം പോലെയാ. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ നാട്ടിൽ എന്നാ ന്യൂസ് ആയിരുന്നു. ഞാൻ കുറച്ച് ഒത്തിരി കട്ടി കുറയ്ക്കുന്നില്ലേ, 3 ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തിരി പഴുപ്പ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയപ്പോ അത്ര കുഴപ്പം തോന്നിയില്ലായിരുന്നു. കണ്ടാ, കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? ഇതില് ശരിക്കും കുറച്ച് എന്നാ ഈസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും. ഞാൻ ഈസ്റ്റ് ഇടുന്നില്ല. ഈസ്റ്റ് അല്ലെങ്കിൽ മറ്റേ സംഭവം ഇല്ലേ, ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ, അതെന്തെങ്കിലുമൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. ഇരട്ടപ്പഴം പണ്ട് ഈ പറഞ്ഞ കേൾക്കാറുണ്ട്, ഇരട്ടപ്പഴം കഴിക്കാൻ പാടില്ലെന്നോ? കഴിക്കാൻ പാടില്ല എന്നല്ല, കഴിക്കണമെന്നോ? കഴിച്ചു കഴിഞ്ഞാൽ ഇരട്ടപ്പിള്ളേരുണ്ടാവുന്നു. ഞാനൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടായില്ലേ?
നമുക്ക് ഉണ്ടായത് ഇരട്ടയുടെ ഗുണം ചെയ്യുന്നുണ്ട്. ഒറ്റ പീസാണെങ്കിലും 4 ഗുണമുണ്ട്. മനസ്സിലായിട്ടില്ല എത്ര നാളായിട്ട്? ആ കേട്ടില്ലേ? എന്താ പറയുന്ന കൊച്ച്? ഏതാ? ഞാനിവിടെ പന പോലെ ഇരിക്കുന്നത് അപ്പം കണ്ടില്ലേ? കാർട്ടൂണോ? ആ, കൊച്ചു കാർട്ടൂൺ കാണാലോ പൂച്ചയുടെ. ആ, കുഞ്ഞിക്ക് പഴംപൊരി ഇഷ്ടാണോ? കുഞ്ഞിക്ക് പഴംപൊരി ഇഷ്ടാണോ? ഇഷ്ടാണെന്നാ പറയുന്നത്. അവൻ ഫുഡിനോട് അത്ര താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് തിന്നു. അപ്പൊ നമ്മുടെ പഴമൊക്കെ ഒന്ന് സ്ലൈസ് ആക്കി സെറ്റ് ആക്കട്ടെ. ഇത് ഒരുപാടുണ്ടല്ലോ, നമുക്ക് ഇത്ര മതിയാവോ? ഇത്രയും പോരെ? അത്ര മതി. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാം, അല്ലെങ്കിൽ അത് എന്തേലും അവന് കൊടുക്കരുത്. എന്നാ പിന്നെ ഇത് ഇത്രയും വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാവേ. കുറച്ചു നേരം ഇത് വെയിറ്റ് ചെയ്യാൻ വെക്കണം എന്നൊക്കെയാണ്. ഞാനിപ്പം എന്താ വെയിറ്റ് ചെയ്യാൻ വെക്കണോ? സെറ്റ് എന്നാ പിന്നെ കുറച്ചേരം ഇരിക്കട്ടെ അല്ലേ? എന്നാ നമുക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് വേണം. പഴംപൊരി ആയിട്ടില്ല, പഴംപൊരി ആക്കാനുള്ള പരിപാടി നോക്കുക. എന്റെ വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ. നാട്ടിലും നല്ല എക്സ്പെൻസീവ് ആണ് ഇപ്പൊ, കുറച്ചുകൂടി വേണ്ടി വരും. വെളിച്ചെണ്ണക്ക് എന്ത് വിലയല്ലേ നാട്ടില്. എന്താ കുഞ്ഞിക്ക് ഒരു സൂത്രം ഉണ്ടാക്കാൻ പോവാണേ. എന്താന്നറിയോ? പഴംപൊരി. ആ, കുഞ്ഞിക്ക് ഇഷ്ടാണോ പഴംപൊരി? ഇഷ്ടാണോ? ആ, ഇത് ഇതില് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഇടണം. ഇത് എണ്ണ ചൂടായോ? ആ പിന്നെ ഫ്രഷ് കോമഡിയാ. നമ്മള് യൂട്യൂബ് ചാനല് തുടങ്ങിയ കാലത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത്. ആ, ഇങ്ങനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാവേ. ചൂടായി അത് ചെറിയൊരു ഇത് ഇട്ടാ മതി. അപ്പൊ ചൂടായെന്നറിയാലോ, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാ മതി. ചൂടൊക്കെ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ട് ഇടാം. ഇടുന്നതിന് മുന്നേ ഇതിലായി. നമുക്ക് എത്ര പഴംപൊരി വേണം? കുഞ്ഞു ഉപ്പ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്, രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. ഉപ്പിന്റെ ആവശ്യമില്ല പൊന്നിയോടെ. എടാ അതിൽ ഉപ്പിടരുതടാ, അത് മധുരമുള്ള സാധനടാ. ഇവരെ എന്ത് പരിപാടിക്ക് എന്നാലും കുറച്ച് ഉപ്പ് കോരി ഇടണം. മൂന്നെണ്ണം വെച്ചിട്ട് ഇടാം അല്ലേ? ആ, അത് ഇഷ്ടാവണ എന്തിനാ? അത് ഉപ്പല്ലേ? അയ്യോ, അതിൽ ഉപ്പിട്ടു. കുഞ്ഞേ, വെള്ളം ഉണ്ടായിരുന്നു ഇതില്. ഒന്ന് മറച്ചെടുത്ത് അതിന്റെ ഇടയിൽ അവൻ അതിലിട്ടു. കുഞ്ഞിവിടെ ഇരുന്ന് പണിയൊപ്പിച്ചോണ്ടിരിക്കുവാണേ. ഇവന്മാര് രണ്ടുപേരും സെറ്റായിട്ടിരിക്കുക. അതിന്റെ ഇടയിൽ കുറച്ച് ഉപ്പ് കോരി അതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. സാറ് എന്തുവാടാ കുഞ്ഞി? എടാ അവിടെ വെക്കടാ, ഇതാവട്ടെ. ഇതാള് ഭയങ്കര തിരക്കാ അവിടെ കിടന്നിട്ട്. പഴംപൊരി എത്രണ്ണം കഴിക്കും കുഞ്ഞി? എടാ അവിടെ വെക്കട തന്നെ. നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളതാണേ, കൊണ്ടുവാ. ഓക്കെ, ഇത് ഇത്രയും പോരെ? മതി. ഓ, ഇത് ഇത്തിരി ഓവറായല്ലോ, നമുക്ക് വേഗം എടുക്കാവേ. ഫസ്റ്റ് റൗണ്ട് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് അല്ലേ, നമുക്ക് സെക്കൻഡ് പിടിക്കാം. ഇത്തിരി വെപ്രാള വൈപ്പോയി.
അങ്ങനെ നമ്മുടെ എന്തോ ഒരു പൊട്ടിയ സൗണ്ടല്ലേ കേട്ടെ? ഡോർ അടച്ച ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്, ഒരാള് ഡോർ അടച്ചാൽ വരെ നമ്മള് ഓടിപ്പോയൊന്ന് നോക്കും. വീടിന്റെ ഉള്ളില് സേഫ് ആണ് ടോട്ടലി, പുറത്ത് മാത്രം പോകുള്ളൂ. എന്നാലും നമുക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോ ഒരു പേടിയാ, എവിടെയാണാവോ പ്രത്യേകിച്ച് അലാം വരുമ്പോഴാണ് പ്രോബ്ലം. അത് പുലർച്ചെ 3 മണിക്കൊക്കെ രാത്രിയിലൊക്കെ നമ്മൾ ഞെട്ടി തിരിച്ചെനിക്ക് അലാമ പ്രത്യേക ഒരു അടിക്കുമ്പോ റെഡ് ആർ എന്ന് പറയാ സൗണ്ടിന്. നമ്മളങ്ങ് ഞെട്ടും. രാത്രി ഉറക്കത്തിലൊക്കെ ചാടി അടിക്കും, നോക്കും, എന്നിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങും. ഇപ്പൊ ആദ്യമൊക്കെ പേടിച്ച് കുറച്ചേരെങ്കിലും ഇരിക്കായിരുന്നു. ഇപ്പം അടിച്ചാലും അത് ഓഫാക്കി വെച്ചിട്ട് കിടന്നുറങ്ങും. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേന് അടുത്തൊരു അലേർട്ട് വരും. ഇന്റർസെക്ട് ചെയ്ത് കഴിയുമ്പോ അപ്പൊ തന്നെ സേഫ് ആണെന്നും പറഞ്ഞിട്ട് ഒരു നോർമൽ ആയെന്നും പറഞ്ഞിട്ട് ഒരു അലേർട്ട് അപ്പൊ തന്നെ വരും. അത് കണ്ടു കഴിയുമ്പോ പിന്നെ പ്രശ്നമില്ല. അത് കഴിയുമ്പോ ഭയങ്കര അയ്യോ അതേ പഴം ഒടിക്കുന്നു, എടാ കുഞ്ഞു അതേത് ഒടിച്ചു. നമ്മള് ഒരു 2 ട്രിപ്പ് ഉണ്ടാക്കിയേ. ഞങ്ങൾക്കുള്ളതായി, ഞങ്ങള് ചായ കുടിച്ചോളാം. സോഫ്റ്റ് ആട്ടോ, കുഴപ്പമൊന്നുമില്ലേ. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോ ഒരു ഇങ്ങനെ ഹാർഡായിട്ട് ഇരിക്കില്ലേ, പക്ഷെ സോഫ്റ്റാ. ഞാൻ ആ വെക്കാൻ പറഞ്ഞോണ്ട് ശരിയായത്, വെച്ചില്ലായിരുന്നെങ്കിൽ ഹാർഡായേ. ടേസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ ഡയലോഗ് സെറ്റ് ആവും. ഇല്ലെങ്കിൽ പറയും നീ ഉണ്ടാക്കി വെച്ചിട്ട് നീ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കൊളായിരുന്നു. അത്രേ ഉള്ളൂ. ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് മാത്രമേ ക്രെഡിറ്റ് ഉള്ളൂ. ഹസ്ബൻഡിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലും മതി. ഞാൻ പറഞ്ഞു എന്റെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് എനിക്ക് ക്രെഡിറ്റ് ഉണ്ട് കേട്ടോ. ആരും ഹാർഡാന്ന് തെറ്റിദ്ധരിക്കണ്ട. അല്ല ചൂടാ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരികൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിക്ക് വയ്യ. ഞാനൊരു കില്ലാടി തന്നെ കണ്ടോ. നമ്മള് മറ്റേ ഇതൊന്നും ഇട്ടില്ല, എന്നിട്ട് നല്ലതേ പൊളച്ചു വരുന്നുണ്ട് കണ്ടോ. അതങ്ങനെ വെച്ചോണ്ടാ, 10 മിനിറ്റ് വെച്ചോണ്ടാ നല്ല ഗുണ്ടുമണിയായിട്ട് പൊളച്ച് വരുന്നുണ്ട്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇതുപോലുള്ള ഓരോ പരിപാടിക്കൊക്കെ ഇറങ്ങും വീട്ടിലേ, എന്നിട്ട് ഇതിലൊന്നും ഒട്ടിപ്പിടിക്കത്ത പോലും ഇല്ല. മൊത്തം കൂടി പൊളിഞ്ഞ് പഴം വേറെ, ഇതിന്റെ ബാറ്റർ വേറെ, അങ്ങനെയൊക്കെ വരും. എന്താ ചെയ്യാ, വലിയ പുള്ളിയായി. ഇനി ഇത് കൊരട്ടെ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കണ്ടാ പോരെ, വെറുതെ ആൾക്കാരെ ബോറടിപ്പിക്കണം. ഇങ്ങനെ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി കാണാവേ. നമ്മുടെ പഴംപൊരി സെറ്റാക്കി കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് എന്റെ പഴംപൊരി. അറിഞ്ഞോ നല്ല സോഫ്റ്റ് കണ്ടോ. ശരിക്കും ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഹാർഡായിട്ട് വരാറില്ലേ, പക്ഷെ ഇങ്ങനെ ബ്ലൂം കിട്ടി. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം. എങ്ങനെയുണ്ട്? ശരിക്കും ഉള്ളത് തന്നെയാണോ? കടയില് വീട്ടിലൊക്കെ ഞാനൊന്ന് കഴിച്ചോട്ടെ. കുഞ്ഞു പണങ്ങിയിരിക്കാം. ഇതില് പഴം അത്ര പഴുത്തിട്ടില്ലായിരുന്നു, എന്തോ ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല പഴം വരാം. കൊള്ളാം. ഇവിടത്തെ കടയിൽ നിന്ന് കിട്ടുന്നതിലും ഭേദമാണ്. നാട്ടിൽ വെച്ചിട്ട് ഞാൻ പറയാൻ പറ്റില്ല, ഇവിടുത്തെ നല്ല പഴം വരാം. എന്താ കുഞ്ഞി കഴിക്കണ? ആ ചെറുക്കൻ ഉപ്പ് എവിടെയോ തളിച്ചിട്ട് എനിക്കിടയ്ക്ക് ഉപ്പ് കിട്ടുന്നുണ്ട്. അതെനിക്ക് കിട്ടി, അതാ ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എന്തോ ഒരു ടേസ്റ്റ് ഒരു അത്ര വന്നിട്ടില്ല, ഉപ്പാന്ന് തോന്നുന്നു കയറി പിടിച്ചു. അങ്ങനെയല്ല എനിക്ക് കിട്ടണേ, അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു കുത്തുപൊടി പോലെ കിട്ടുന്നു ഉപ്പ്. അവൻ ആ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ എടുത്തിട്ടില്ല, കുറച്ച് അങ്ങനെ വീണതാണെന്ന് അറിയില്ല. കുഴപ്പമില്ല. എന്തായാലും എനിക്ക് ഇവിടുത്തെ പഴംപൊരിനെക്കാട്ടിലും ഇഷ്ടമായി. അതാ പഴം ആവശ്യത്തിന് പഴുത്തതായിരുന്നു. ഓവറായിട്ട് പഴുത്ത് കുഴവഴാന്നും ആയില്ല, പഴുക്കാണ്ടിരിക്കണം ആ പരുവല്ല. കുഞ്ഞ് നിനക്ക് ഉപ്പ് കിട്ടിയാ പോടാ. എങ്ങനെയുണ്ട് പഴംപൊരി? അടിപൊളിയാണോ പഴംപൊരി? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പിന്നെ അടിപൊളിയാണോ? ഓക്കെ, കൊച്ചിന് ഇഷ്ടമായി. അതിന് കുറച്ചുകൂടി മധുരം ഇടായിരുന്നല്ലേ? മധുരം, ഞാൻ മധുരം കുറച്ചിട്ടുള്ളൂ. പൊടിക്കും കൂടി മധുരം ഇട്ടാ നല്ലായിരുന്നു. പഴത്തിന് ഞാൻ വിചാരിച്ച അത്രയും മധുരം ഇല്ല. എല്ലാത്തിനും ചെറിയൊരു അവിടെ ഇവിടെ ഓരോ കുത്തുകുത്തായിട്ട് ഉപ്പ്. അത് ഈ ചട്നി തന്നെയാന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ പഴംപൊരി. നല്ല സോഫ്റ്റ് ഒക്കെ ആയിരുന്നു, പക്ഷെ ചെറിയൊരു പാളല് പറ്റിയത് എന്താന്ന് വെച്ചാൽ ഇതായിരിക്കുന്ന കുഞ്ഞിക്കുരുപ്പ് ഇടയിൽ വന്ന് കുറച്ച് ഉപ്പ് വാരിയിട്ടിട്ട് പോയായിരുന്നു.
ആ ഉപ്പ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ കടിച്ചു വരുമ്പം ഒരു കുഞ്ഞു തരി ഉപ്പ് കിട്ടും. അതെ, അത് മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ മധുരം കുറച്ചുകൂടെ ആയിരുന്നു അത്രേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ പഴംപൊരി സക്സസ് ആണ്. ഇഷ്ടായോ? സൂപ്പർ. പഴംപൊരി കൊള്ളാവോ? കഴിക്കുന്നുണ്ട് എന്തായാലും. അതുകൊണ്ട് അപ്രൂവ് ആയെന്ന് വിചാരിക്കാം. ഇഷ്ടായോ? എന്തേലും പറയടാ. ഇഷ്ടായോ? കഴിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, ബായ് പറ. ബായ് പറ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഓക്കെ, ബൈ.